ശരിക്കും ഒറിജിനൽ വണ്ടിയിലെ പോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഒറിജിനൽ പോളോയിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് സ്കെയിലിൽ. ഇതിൻ്റെ അലോയ്സ് തന്നെ ഉണ്ടോ. ഗോൾഫിൻ്റെ GTA ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോളോയുടെ ലുക്കാണ്. എനിക്കൊന്ന് ഇന്ത്യക്ക് പുറത്തൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബോയ്. ഗുഡ്. ഞാൻ അർജുൻ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നിപ്പം നിൽക്കുന്നത് നമ്മുടെ XT ഓട്ടോ പ്ലെയിൻ ഗോസിക്സ് ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പോളോയുടെ അൺബോക്സിംഗ് ആണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ വേഷത്തിലാണ് നിൽക്കുന്നത്, ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഡോക്ടർ വിഷ്ണു, ഇത് ഡോക്ടർ ആപ്കാ നാം സുഖദേവ്. ഓക്കെ, ആൻഡ് ഐ എം ഡോക്ടർ അർജുൻ. അപ്പം നമുക്ക് നമ്മുടെ പോളോയുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു പോളോയും സെയിം അല്ല കേട്ടോ. ഇതൊരു പോളോ GTA ആണ്. ഇത് വെറും നമ്മുടെ സാധാരണ പോളോയാണ്. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വണ്ടികളാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ശരിക്കും ഒറിജിനൽ വണ്ടിയിലെ പോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും ഉണ്ട്, റിയറും ഉണ്ട്, ഫ്രണ്ടും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ലൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റെല്ലാം നമുക്ക് ചെയ്ത് തന്നത് ഡോക്ടർ ഡൈകാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ എൻജിൻ ക്യാബിൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം ഇതൊരു 1/24 സ്കെയിലാണ് ബുറാഗോയുടെ. അപ്പോൾ നമുക്ക് ടേബിളൊന്നും ഇല്ല അൺബോക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു പോളോയുടെ ബോണറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് സേഫ് ആയിട്ട് വേണം. കാരണം പണ്ടൊരു വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ വണ്ടി താഴെ വീണ് പൊട്ടിയായിരുന്നു. അപ്പം സ്കെയിൽ മോഡലിനെ സ്നേഹിക്കുന്നവർക്കുള്ള അതിൻ്റെ പേരിന് മനസ്സിലുള്ളൂ. ഒരു തരി പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ ചങ്ക് പൊട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിക്കാം. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡീലർ എഡീഷനാണ്. മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. അപ്പം നമുക്ക് ഇതൊരു ബ്രാൻഡായിട്ടല്ല, ഒരു ഡീലർ എഡിഷൻ ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 10,000 to 12,000 ആണ്. അപ്പം നമ്മൾ ഇത് eBay വഴിയാണ് മേടിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. വോൾസ്വാഗൻ്റെ സിഗ്നേച്ചറും എല്ലാം ഉണ്ട്. പ്ലീസ് ഫൈൻഡ് ദ ഫോളോയിങ് എ കൺഫർമേഷൻ ഓഫ് ദ വാലിഡ് ലൈസൻസ്. അത് ഇതൊരു ലൈസൻസ്ഡ് പ്രോഡക്റ്റ് കേട്ടോ. കാരണം എന്താണ് ഈ ലൈസൻസ്ഡ് പ്രോഡക്റ്റും അല്ലാതെ അൺഒഫീഷ്യൽ വണ്ടി പ്രോഡക്റ്റ് എന്നും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ലൈസൻസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ അംഗീകാരം എടുത്തതിന് ശേഷമാണ് ആ ഒരു ബ്രാൻഡ് അതിനെ ഇൻസ്പയർ ചെയ്ത് ബിൽഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം പക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാൻ പറ്റും. വോൾസ്വാഗൻ പോളോ എന്ന് പറഞ്ഞാൽ. ഇല്ലാതെ ചില വണ്ടികളൊക്കെ നോക്കുമ്പോഴത്തേക്കും PALO അല്ലെങ്കിൽ ആഡിഡാസ് എന്ന് പറയുക, ആബിബാസ് എന്നൊക്കെ എഴുതുമല്ലേ. അതുപോലെ തന്നെയാണ് ഈ വണ്ടികളുടെ കേസിലും. ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പം അതിൻ്റേതായ റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ബിൽറ്റ് ക്വാളിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരാം. അപ്പം നമ്മൾ തുറക്കാൻ പോവാണ്. അടിപൊളി, ഭയങ്കര രസമാണ് യെല്ലോ കളർ. എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് യെല്ലോ. നല്ല അടിപൊളി ഡീറ്റെയിൽ ആണ് കേട്ടോ വണ്ടി. ഒരു ആൻറ്റിനയൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഉണ്ടോ നോക്കി, ഗ്രില്ലും ബാക്കി എല്ലാം പക്കായിട്ട് അവർ ചെയ്തേക്കുന്നത്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ ഒരു സൺറൂഫ് ഉണ്ട് കേട്ടോ, ഈ ഒരു പോളോയിൽ. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഡൈകാസ്റ്റ് മെറ്റലാണിത്. വേണ്ട, നല്ല അടിപൊളി ഫിനിഷ്. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഒറിജിനൽ പോളോയിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് സ്കെയിലിൽ. ഇതിൻ്റെ അലോയ്സ് തന്നെ ഉണ്ടോ, കറക്റ്റ് പോളോയുടെ സ്റ്റോക്ക് അലോയ്സ്. ബാക്കിലെ റിയർ ലൈറ്റ്, പിന്നെ എംബ്ലം കണ്ടോ വോൾസ്വാഗൻ്റെ. നല്ല രസമുണ്ട്. പെയിൻറ്റ് ജോബാണ് എടുത്ത് പറയേണ്ട ഒരു സംഭവം. നല്ല കിടിലം പെയിൻറ്റ് ജോബാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ വെച്ചാൽ നമ്മൾ ഈ ഓട്ടോമോട്ടീവ് പെയിൻ്റാണ് അടിക്കുന്നതെങ്കിൽ പോലും ചിലയിടത്ത് പെയിൻറ്റ് കറക്റ്റായിട്ട് വരാറില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു റഫ് ഫിനിഷ് ആയിരിക്കും. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല നമ്മുടെ സാധാരണ പുതിയൊരു വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ പൊക്കത്തോടെ ഇങ്ങനെ ഓടിക്കുമ്പോഴത്തേക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, അത് തന്നെ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയേഴ്സും നല്ല ഡീറ്റെയിൽ ഉണ്ട്. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇൻറ്റീരിയർ നോക്കിയേ,
നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, എങ്ങനെ മേടിക്കാൻ. അപ്പം ഇത് മേടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നിങ്ങൾ eBay വെബ്സൈറ്റ് എടുക്കുക. eBay വെബ്സൈറ്റ് എടുത്തതിന് ശേഷം 1/18 പോളോ അല്ലെങ്കിൽ വോൾക്സ്വാഗൻ പോളോ എന്ന് അടിക്കുക. അപ്പം പോളോ എന്ന് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ റെഡ് യെല്ലോ കളറിലുള്ള പോളോസ്. അപ്പം അങ്ങനത്തെ പോളോസ് വന്നു കഴിയുമ്പോഴത്തേക്കും പല ഡീലേഴ്സ് ഉണ്ട്. അപ്പം eBayയിൽ നിന്ന് മേടിക്കുന്നത് സേഫ് ആണോ എന്ന് വരും പലർക്കും ഡൗട്ടുണ്ട്. അപ്പം ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/18 റിവ്യൂസ് ഒന്ന് നോക്കുക, ആരാണോ വിൽക്കുന്നത്, അതിനുശേഷം വണ്ടി ഓർഡർ ചെയ്യുക. അപ്പം നമുക്ക് eBay ത്രൂ വരുമ്പോഴത്തേക്കും ക്രെഡിറ്റ് കാർഡ്, ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കും നമുക്ക് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 9,000 ആ റേഞ്ചാണ് eBayയിൽ ഈ വണ്ടിയുടെ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നീട് ഏകദേശം ഒരു 14 to 15 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി നാട്ടിൽ കിട്ടും. അത് പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ഡ്യൂട്ടി വരും. അപ്പോൾ ചിലപ്പം 1,500 ആവും, 2,000 ആവും. അപ്പം അത് ഡിപ്പെൻസ്. അപ്പം എപ്പോഴും വണ്ടി മേടിക്കുന്നതിനേക്കാളും eBayയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരു 2,000 രൂപ കൂടെ കൂടുതലായിരിക്കും ഈ ഒരു വണ്ടി നമുക്ക് വീട്ടിലെത്തുമ്പം. അപ്പം ആൾക്കാർക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ, പോളോ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ ഈ വണ്ടി മിസ് ഔട്ട് ആവില്ല. കാരണം അടിപൊളി വണ്ടിയാണ്. ഒരിക്കലും അവർക്കെന്താ വെച്ചാൽ ഇതൊരു വാല്യുബിൾ ഗിഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. വാ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. വോൾക്സ്വാഗൻ്റെ എൻജിൻ ഗിയറിംഗ് ഉണ്ടോ, കറക്റ്റ് എങ്ങനെയാണോ ഒരു ഒറിജിനൽ വണ്ടിയിൽ ആ രീതിയിൽ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിലത്തെ ഡിക്കി ഒന്ന് തുറന്നാലോ. ഊപ്സ്, നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു റിയർ ബാക്ക് ലൈറ്റ് ഒന്ന് താഴെ വീണു, ചങ്ക് പൊട്ടി. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞ് ഫെവിക്വിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം വെച്ചാൽ നമ്മുടെ ഫെവിക്വിക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു സിറിഞ്ച് എടുത്തതിന് ശേഷം ഫെവിക്വിക്ക് അതിൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കാവുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ അങ്ങനെ ഒട്ടിച്ചു വിട്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ സേഫായി. ചെറിയൊരു ആട്ടം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിലോട്ട് റിയറിലോട്ട് പോകുമ്പോഴത്തേക്കും ഡിക്കിയും അതുപോലെ നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇതുണ്ടോ, അതേം പണിയുണ്ടോ അതിൻ്റെ അകത്ത്? ഓക്കെ, കറക്റ്റായി, സെറ്റായി. ഇതുണ്ടോ? ഓക്കെ, ബാക്ക് സൈഡ് ഡിക്കെല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലൊരു സീറ്റ് ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ മിറേഴ്സും ഫോൾഡബിളാ. ശരിക്കും ഒറിജിനൽ കാറിൽ എങ്ങനെയാണോ ആ രീതിയിൽ മിറേഴ്സ് കണ്ടോ, ഫോൾഡ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഒരു പക്ക സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ആരാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അനൂപ് മുഹിമാൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അനൂപ് മുഹിമാൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ വിഷ്വൽസ് എല്ലാം കാണാൻ പറ്റും. ലെവൽ വീഡിയോഗ്രാഫറാണ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് വേണ്ടി വീഡിയോസ് എല്ലാം എടുത്തു തരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വണ്ടിയുടെ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് നോക്കാം. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people finally നമ്മൾ ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ മോഡലിൻ്റെ 1:18 ഗോൾഫ് GTI ആണ്. അപ്പം നമുക്ക് ഇത് നോക്കിയാലോ. ഗോൾഫിൻ്റെ GTI ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോളോയുടെ ലുക്കാണ്. എനിക്കൊന്ന് ഇന്ത്യക്ക് പുറത്തൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോളോ എന്ന് വിളിക്കുന്ന സംഭവം അവിടെ ഗോൾഫ് GTI ആണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇതൊരു സീൽഡ് മോഡലാണ്. നമുക്കിതിൻ്റെ ഡോഴ്സ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. പിന്നെ ഡീറ്റെയിലിംഗ് ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അലോയ്സും ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇതൊരു ഡൈകാസ്റ്റ് മെറ്റൽ അല്ല, റെസിൻ മെറ്റീരിയലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്.
I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession, I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my payments. No negotiations, it's my way, I was born impatient. And like a damn Freemason, I'll run this nation. They call me a